ഫെല്ലോപ്പിയൻ ട്യൂബ് ഓവറി ഡക്റ്റിൻ്റെ അവസാനത്തെ ഭാഗം ഇസ്തുമസ് ജോയിൻ ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ യൂട്രസിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. ആ നാരോ ല്യൂമനുള്ള ഇസ്തുമസ് ജോയിൻ ചെയ്യുന്നത് യൂട്രസിലേക്കാണ്. യൂട്രസ് അഥവാ അതിന് വേറൊരു പേരും കൂടിയുണ്ട്, വൂമ്പ് എന്നാണ് അതിൻ്റെ പേര്. സോ യൂട്രസ്, ഒരു യൂട്രസ് ഉള്ളതുകൊണ്ട് സിംഗിൾ എന്ന് പറയുന്നു. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് പിയർ ആണ്. സോ ഇൻവേർട്ടഡ് അല്ലെങ്കിൽ ആൽമണ്ട് ഷേപ്പ് എന്നാണ് നമ്മുടെ യൂട്രസ് അഥവാ വൂമ്പിനെ പറയുന്നത്. അതുപോലെ ഈ യൂട്രസ് പെൽവിക് വോളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ലിഗമെൻറ്റ്സ് വഴിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതാണ് സപ്പോർട്ടഡ് ബൈ ലിഗമെൻറ്റ്സ് അറ്റാച്ച്ഡ് ടു ദ പെൽവിക്. സോ പെൽവിക് വോളുമായിട്ട് ലിഗമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് യൂട്രസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി യൂട്രസ് കഴിഞ്ഞാൽ അടുത്ത സ്ട്രക്ചറിലേക്ക് നമ്മൾ പോവാണ്. സോ യൂട്രസ് ഓപ്പൺ ചെയ്യുന്നത് നെക്സ്റ്റ് പോർഷനായ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നുള്ളത് വെജൈനയിലേക്കാണ്. സോ യൂട്രസ് ഓപ്പൺ ചെയ്യുന്നത് വെജൈനയിലേക്കാണ്. സോ യൂട്രസ് വെജൈനയിലേക്ക് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് യൂട്രസ് ടു വെജൈനയിലൂടെ പോകുമ്പോൾ അതിനിടയിൽ യൂട്രസ് വെജൈനയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു നാരോ റീജിയനിലേക്ക് കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. യൂട്രസിൽ നിന്ന് വെജൈനയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു നാരോ റീജിയൻ ഉണ്ട്. ആ റീജിയൻ്റെ പേരാണ് സെർവിക്സ്. സോ യൂട്രസ് വെജൈനയിലേക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായുള്ള നാരോ റീജിയനാണ് സെർവിക്സ്. ആ സെർവിക്സിന് ഒരു ക്യാവിറ്റി ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് സെർവിക്കൽ കനാൽ. സോ യൂട്രസ് വെജൈനയുമായിട്ട് എത്തുന്നതിന് മുമ്പുള്ള റീജിയൻസുകളാണ് സെർവിക്സ്, സെർവിക്സിലുള്ള ക്യാവിറ്റിയായ സെർവിക്കൽ കനാൽ. സോ ഈ സെർവിക്കൽ കനാലും വെജൈനയും, സോ യൂട്രസ് ടു വെജൈനയിലുള്ള ഇടയിലുള്ള സെർവിക്സ്, സെർവിക്കൽ കനാൽ ആയിട്ടുള്ള ക്യാവിറ്റി. സോ സെർവിക്കൽ കനാലും വെജൈനയും അടങ്ങിയ ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ്, ആ റീജിയൻ അല്ലെങ്കിൽ ആ പാർട്ടാണ് ബെർത്ത് കനാൽ. കുഞ്ഞ് വരുന്ന വഴി നമ്മൾ ബെർത്ത് കനാൽ എന്ന് പറയും. സോ ബെർത്ത് കനാൽ എന്ന് പറയുന്നത് സെർവിക്കൽ കനാലും അലോങ് വിത്ത് വെജൈനേനെയുമാണ് ബെർത്ത് കനാൽ എന്ന് പറയുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ യൂട്രസിന് 3 ലെയറുകളാണ് യൂട്രസിനുള്ളത്. ആ 3 ലെയറുകൾക്കും ഓരോരോ പ്രത്യേകതകളാണുള്ളത്. യൂട്രസിൻ്റെ ആദ്യത്തെ ലെയറാണ് പെരിമെട്രിയം, ഏറ്റവും പുറത്തുള്ള പെരിമെട്രിയം എന്ന് പറഞ്ഞ ലെയർ. അതുപോലെ മയോമെട്രിയം, എൻഡോമെട്രിയം എന്നീ 3 ഭാഗങ്ങളാണ് അല്ലെങ്കിൽ 3 വോൾ ലെയേഴ്സുകളാണ് യൂട്രസിനുള്ളത്. സോ ഏറ്റവും ഔട്ടറായിട്ടുള്ള പെരിമെട്രിയം കുറച്ചുകൂടി തിന്നാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള തിന്നായിട്ട് കാണുന്ന ഒരു മെംബ്രെയിനാണ് പെരിമെട്രിയം അല്ലെങ്കിൽ ഔട്ടർ റീജിയൻ യൂട്രസിൻ്റെ. ഇനിയുള്ള നടുക്കുള്ള ഭാഗമാണ് മയോമെട്രിയം. സോ മയോമെട്രിയം മിഡിലുള്ള ഭാഗമാണ്, അതുപോലെ കുറച്ചുകൂടി തിക്കാണ്. തിന്നാണ് പെരിമെട്രിയം എന്നുള്ളത് എങ്കിൽ മയോമെട്രിയം കുറച്ചുകൂടി തിക്കാണ്. അതുപോലെ അത് കുറച്ച് സ്മൂത്ത് മസിൽസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ സ്മൂത്ത് മസ്കുലാറാണ് മയോമെട്രിയം, അതുപോലെ കുറച്ചുകൂടി തിക്കാണ്. ഏറ്റവും ഉള്ളിലുള്ള ഭാഗം, യൂട്രസിൻ്റെ ഏറ്റവും ഇന്നർ സൈഡിലുള്ള ഭാഗമാണ് എൻഡോമെട്രിയം. സോ എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഇന്നർ റീജിയനാണ്. അതുപോലെ മിഡിൽ ലെയർ സ്മൂത്ത് മസ്കുലാർ ആണെങ്കിൽ ഇന്നർ റീജിയൻ ഗ്ലാൻഡുലാർ ആണ്. സോ ഗ്ലാൻസ്, സം സെക്രീഷൻസ് ഉള്ളതാണ്. സോ ഇന്നർ ഗ്ലാൻഡുലാർ റീജിയൻ ആണ് നമ്മുടെ എൻഡോമെട്രിയം യൂട്രസിൻ്റെ. അതാണ് നമ്മുടെ യൂട്രസിൻ്റെ യൂട്രൻ ക്യാവിറ്റീനെ ലൈൻ ചെയ്ത് അല്ലെങ്കിൽ കവർ ചെയ്ത് കിടക്കുന്നത് നമ്മുടെ എൻഡോമെട്രിയമാണ്. സോ 3 വോൾ ലെയേഴ്സുകളാണ് പെരിമെട്രിയം. പുറത്തുള്ള എക്സ്റ്റേണൽ മെംബ്രെയിൻസ് ആണ്, മെംബ്രെയിനസ് ആയിട്ടുള്ള നേച്ചറാണ് പെരിമെട്രിയം. മിഡിലുള്ള മയോമെട്രിയം തിക്ക് മസ്കുലാർ, സ്മൂത്ത് മസ്കുലാർ ആണ്. ഏറ്റവും ഉള്ളിലുള്ള ഇന്നർ ഗ്ലാൻഡുലാർ ആയിട്ടുള്ള എൻഡോമെട്രിയം, അതാണ് യൂട്രൻ ക്യാവിറ്റീനെ ലൈൻ ചെയ്ത് കിടക്കുന്നത്. ഇനി ഈ പറഞ്ഞ മയോമെട്രിയത്തിനും എൻഡോമെട്രിയത്തിനും കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇതിൽ എൻഡോമെട്രിയമാണ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിളിലെ മെൻസ്ട്രൽ സൈക്കിളിൽ സൈക്ലിക്കൽ ചേഞ്ചസുകൾ നടക്കുന്നത് ഈ എൻഡോമെട്രിയത്തിലാണ്. എൻഡോമെട്രിയത്തിലെ ബ്ലഡ് വെസൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യണു, അല്ലെങ്കിൽ അത് റപ്ചർ ചെയ്യണു, അത് ആ സൈക്ലിക്കൽ ചേഞ്ചസുകളൊക്കെ നടക്കുന്നത് എൻഡോമെട്രിയത്തിലാണ്. സോ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ എല്ലാ സൈക്ലിക്കൽ ചേഞ്ചസും നടക്കുന്നത് എവിടെയാണ്? എൻഡോമെട്രിയത്തിലാണ്. അതേപോലെ നമ്മുടെ മയോമെട്രിയത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മയോമെട്രിയമാണ് കൂടുതലായിട്ട് കൺട്രാക്ഷൻ റിലാക്സേഷൻ നടക്കുന്ന റീജിയൻ. എപ്പോഴാണ്? ഡെലിവറി ഓഫ് ദ ബേബി. സോ ഒരു ബേബി ഡെലിവറി പാർട്ടീഷൻ സമയത്ത് മയോമെട്രിയത്തിലാണ് സ്ട്രോങ് കൺട്രാക്ഷൻസ് നടക്കുന്ന റീജിയൻ. സോ എൻഡോമെട്രിയത്തിൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സൈക്ലിക്കൽ ചേഞ്ചസ് നടക്കുന്നു. മയോമെട്രിയത്തിലാണെങ്കിൽ ഡെലിവറി ഓഫ് ദ ബേബി അല്ലെങ്കിൽ പാർട്ടീഷൻ സമയത്ത് സ്ട്രോങ് കൺട്രാക്ഷൻ നടക്കുന്നു. ബിക്കോസ് അവിടെ എന്താ? സ്മൂത്ത് മസ്കുലാർ ടിഷ്യൂ ആണ് നമ്മൾ പറഞ്ഞിരുന്നു. സോ യൂട്രസ് എന്ന് പറയുന്നത് സിംഗിളാണ്, വൂമ്പ് എന്ന് പറയുന്നു. അതുപോലെ പെൽവിക് റീജിയനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ലിഗമെൻറ്റ്സ് വഴിയാണ്. യൂട്രസ് വെജൈനയുമായിട്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് സെർവിക്സിലുള്ള ക്യാവിറ്റിയായ സെർവിക്കൽ കനാലുമുണ്ട്. ഈ സെർവിക്കൽ കനാലും വെജൈനും അടങ്ങിയതിനെയാണ് നമ്മൾ ബെർത്ത് കനാൽ എന്ന് പറയുന്നത്. ഇത്രയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ.